പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വീണ്ടും വർധന. നിലവിലെ സാഹചര്യത്തിൽ വിവിധ GCC രാജ്യങ്ങളിലെ ഇന്ധന വിലയും വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. ആഗോളതലത്തിൽ ബ്രെന്റ് ക്രൂഡ് ഓയിലിന് $100 മുകളിലാണ് ഇപ്പോഴത്തെ വില. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായത്. ഇന്നലെ രേഖപ്പെടുത്തിയ നേരിയ ഇടിവിന് ശേഷം വില വീണ്ടും ഉയർന്നു. വ്യാഴാഴ്ച ബ്രെന്റ് ക്രൂഡ് വില $120 എത്തിയിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച ഇത് 1.45% ഇടിഞ്ഞ് $109 WTI 2.06% ഇടിവിലേക്കും താഴ്ന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും എണ്ണ വിപണിയിലെ കുതിപ്പ്. എണ്ണവിലയിലെ ഈ ചാഞ്ചാട്ടം GCC രാജ്യങ്ങളെ നേരിട്ടും അല്ലാതെയും സ്വാധീനിക്കുമെന്നാണ് വിലയിരുത്തൽ. എണ്ണവിലയിലെ വർധനവ് സർക്കാരുകൾക്ക് നേട്ടമാകുമെങ്കിലും ഇന്ധന ഗതാഗത ചെലവുകൾ വർദ്ധിക്കുന്നതുമൂലം വിവിധ സേവനങ്ങൾക്കും അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമാകാമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങൾക്കും നിക്ഷേപകർക്കും വിപണിയിലെ മാറ്റങ്ങൾ അനിശ്ചിതത്വം സൃഷ്ടിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. മുൻമാസങ്ങളിലെ ആഗോള എണ്ണവിലയുടെ ശരാശരി വില അടിസ്ഥാനമാക്കിയാണ് വിവിധ ഗൾഫ് രാജ്യങ്ങൾ പെട്രോൾ, ഡീസൽ വില നിശ്ചയിക്കുന്നത്. നിലവിലെ ആഗോള വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ചായിരിക്കും വരും മാസത്തെ വില നിർണ്ണയിക്കുക. റിപ്പോർട്ടർ, മിഡിൽ ഈസ്റ്റ്. സൗദി അറേബ്യയുടെ എണ്ണ ഇതര കയറ്റുമതിയിൽ കഴിഞ്ഞ വർഷം 19% വർധന രേഖപ്പെടുത്തിയതായി പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വൈവിധ്യവൽക്കരണ പദ്ധതികൾക്ക് കരുത്ത് പകരുന്നതാണ് അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകൾ. 2025 അവസാന പാദത്തിൽ എണ്ണ ഇതര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി 9,750 കോടി റിയാലിലെത്തി. മുൻവർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 19% വർധന. 2017 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിതെന്ന് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് വ്യക്തമാക്കി. യന്ത്ര സാമഗ്രികൾ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ കയറ്റുമതിയിലാണ് പ്രധാനമായും വലിയ മുന്നേറ്റമുണ്ടായത്. ഈ മേഖലയിൽ മാത്രം 79% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിലും വലിയ വളർച്ചയുണ്ടായി. ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയാണ് ഏറ്റവും കൂടുതൽ കയറ്റുമതി നടന്നത്.